സോ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ WS2812B എന്ന് പറയുന്ന അഡ്രസ്സബിൾ LED സ്ട്രിപ്പിനെ ഈ ESP32 മൊഡ്യൂളിൽ WLED എന്ന് പറയുന്ന ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അത് വെച്ചിട്ട് എങ്ങനെ വർക്ക് ചെയ്യിക്കാമെന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ESP32 മൊഡ്യൂൾ എടുത്തിട്ടുണ്ട്, ഒരു പിക്സൽ സ്ട്രിപ്പ് എടുത്തിട്ടുണ്ട്, ഒരു 5 വോൾട്ടിന്റെ നോർമൽ പവർ സപ്ലൈ എടുത്തിട്ടുണ്ട്, അതായത് ഒരു മൊബൈൽ ചാർജർ. ഇനി ഇത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡാറ്റ കേബിള്, അതായത് ഡാറ്റ ലൈനുള്ള ഒരു ഡാറ്റ കേബിളും കുറച്ച് ജമ്പർ വയേഴ്സ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് വെച്ചിട്ട് എങ്ങനെ നമുക്ക് ഈ പിക്സൽ സ്ട്രിപ്പിനെ റൺ ചെയ്യിക്കാമെന്ന് നോക്കാം. നമ്മുടെ ESP32 മൊഡ്യൂളിനെ ഒരു ഡാറ്റ കേബിൾ ഉപയോഗിച്ചിട്ട് നമ്മുടെ സിസ്റ്റത്തിലേക്ക് കണക്ട് ചെയ്യുക. അപ്പോൾ ESP32 മൊഡ്യൂളിൽ ഒരു ലൈറ്റ് തെളിയുന്നുണ്ടെങ്കിൽ അത് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ യൂസ് ചെയ്യുന്ന ഡാറ്റ കേബിളിൽ ഡാറ്റ ലൈൻ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. ജസ്റ്റ് ചാർജർ മാത്രമല്ലാണ്ട്. ഇനി ക്രോം ഓപ്പൺ ചെയ്യുക. ക്രോമിൽ ഇൻസ്റ്റാൾ WLED എന്ന് സെർച്ച് ചെയ്യുക. അതിൽ ഫസ്റ്റ് എന്ന ലിങ്ക് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്കിങ്ങനെ ഒരു വിൻഡോ കിട്ടും. ഇതാണ് WLED UI. ഇതിൽ നമുക്ക് മൾട്ടിപ്പിൾ വെർഷൻസ് അവൈലബിൾ ആണ്. 14.0 ആണ് ലേറ്റസ്റ്റ് അവൈലബിൾ ആയിട്ടുള്ള വെർഷൻ. അതുപോലെ തന്നെ പ്ലെയിൻ, ഓഡിയോ റിയാക്റ്റീവ്, അതുപോലെ എതർനെറ്റ് 3 ഓപ്ഷൻ അവൈലബിൾ ആണ്. എതർനെറ്റ് നമുക്ക് വയേർഡ് ആയിട്ട് നെറ്റ് കണക്ട് ചെയ്തിട്ട് ESP കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ ഓഡിയോ റിയാക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ സൗണ്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മുടെ LED-നെ വർക്ക് ചെയ്യിക്കാൻ പറ്റും. സോ അതായത് സൗണ്ടിനെ റിയാക്റ്റീവ് ആയിട്ട് LED വർക്ക് ചെയ്യും. ഇനി ഇൻസ്റ്റാൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു വിൻഡോ പോപ്പപ്പ് ആയിട്ട് വരും. അപ്പോൾ ഇതിൽ നമുക്ക് ഒന്നും കാണിക്കുന്നില്ല എങ്കിൽ അതിനർത്ഥം നമ്മുടെ സിസ്റ്റത്തിൽ ESP ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഈ 2 ഡ്രൈവേഴ്സ് പ്രോപ്പറായിട്ട് ഇൻസ്റ്റാൾ ആയിട്ടുണ്ടാവില്ല. അപ്പോൾ ഈ 2 ഡ്രൈവേഴ്സ് നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം നമ്മൾ യൂസ് ചെയ്യുന്ന USB കേബിള് ഡാറ്റ ലൈനുള്ളതാണെന്ന് ഉറപ്പുവരുത്തുക. കാരണം ജസ്റ്റ് ചാർജറിന്റെ കൂടെയൊക്കെ വരുന്ന ഡാറ്റ കേബിളുകളിൽ ചാർജിങ് ലൈൻ മാത്രമേ ഉണ്ടാവുള്ളൂ, ഡാറ്റ ലൈൻ ഉണ്ടായിരിക്കുകയില്ല. അപ്പൊ അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ESP ആയിട്ട് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ നടക്കത്തില്ല, ജസ്റ്റ് ലൈറ്റ് മാത്രമേ തെളിയത്തുണ്ടാവുള്ളൂ. അപ്പൊ അതിനുശേഷം നല്ലൊരു ഡാറ്റ കേബിളും ഈ ഡ്രൈവേഴ്സ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമ്മൾ ഇൻസ്റ്റാൾ ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമ്മുടെ കോം പോർട്ട് സെലക്ട് ചെയ്യുക, അത് പ്രൊസീഡ് കൊടുക്കുക. ഇനി നമ്മുടെ വൈഫൈ ക്രെഡൻഷ്യൽസ് ചോദിക്കും. അപ്പൊ അവിടെ വൈഫൈയുടെ പേരും പാസ്വേഡ് അടിച്ചു കൊടുത്ത് വൈഫൈ ആയിട്ട് നമ്മുടെ ESP32 കണക്ട് ചെയ്യുക. അപ്പൊ ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. ഇതാണ് നമ്മുടെ WLED UI. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഈ നമ്മുടെ LED പിക്സലിനെ കൺട്രോൾ ചെയ്യാൻ നോക്കാം. ESP32 പിക്സൽ LED തമ്മിൽ എങ്ങനെ കണക്ട് ചെയ്യാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ESP32 ഗ്രൗണ്ട് ലൈനിൽ നിന്നും അതുപോലെ D14, അതായത് GPIO 14 എന്ന് പറയുന്ന പിന്നിൽ നിന്നും 2 വയർ എടുക്കുക. അതിലൊരു ഗ്രീൻ ലൈൻ നമ്മുടെ ഡാറ്റ ഇന്നായിട്ട് പിക്സൽ LED ഗ്രീൻ ലൈനിലേക്ക് കൊടുക്കുക. അതായത് D14 എന്ന് പറയുന്ന പിന്നിൽ നിന്നും ഡാറ്റ ലൈൻ വന്നിട്ട് പിക്സൽ LED ഗ്രീൻ ലൈൻ, അതായത് ഡാറ്റ ഇന്നിലേക്ക് കണക്ട് ചെയ്യുന്നു. ഗ്രൗണ്ടിൽ നിന്നും ESP32 ഗ്രൗണ്ടിൽ നിന്നും ഒരു വയർ എടുത്തിട്ട് പിക്സൽ LED വൈറ്റ് വയറിലേക്ക് കണക്ട് ചെയ്തു. പിക്സൽ LED 3 ലൈനാണ് വരുന്നത്, റെഡ്, ഗ്രീൻ, വൈറ്റ്. അതിൽ റെഡ് പോസിറ്റീവ്, ഗ്രീൻ ഡാറ്റ ഇന്ന്, വൈറ്റ് ഗ്രൗണ്ട്. അതുപോലെ 2 പവർ ഇഞ്ചക്ഷന് വേണ്ടിയിട്ടുള്ള ലൈൻ വരുന്നുണ്ട്, ഒരു റെഡും വൈറ്റും. അതിൽ റെഡ് പോസിറ്റീവും വൈറ്റ് നെഗറ്റീവും. അത് നമ്മളൊരു മറ്റൊരു USB കേബിളായിട്ട് കണക്ട് ചെയ്യുന്നു. ഈ പിക്സൽ LED നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്ന 5 വോൾട്ട് ആണ്. അപ്പോൾ ഒരു 5 വോൾട്ട് പവർ സപ്ലൈ യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് വർക്ക് ചെയ്യിക്കുന്നത്. അപ്പൊ ഇനി ഇത് നമുക്കൊരു പവർ സപ്ലൈയിലേക്ക് കണക്ട് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ വർക്ക് ചെയ്യിക്കാൻ നോക്കാം. ഇനി ഇത് വെച്ചിട്ട് WLED UI ഓപ്പൺ ചെയ്യുക. നമ്മുടെ LED കോൺഫിഗർ ചെയ്യുന്നതിനായിട്ട് കോൺഫിഗ് ടാബിൽ പോവുക, LED പ്രിഫറൻസ് എടുക്കുക. അതിൽ മാക്സിമം കറണ്ട് നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം, അതായത് നമ്മുടെ പവർ സപ്ലൈക്ക് അനുസരിച്ചുള്ള കറണ്ട്. ഞാനിപ്പോൾ ഇവിടെ 2.5 ആംപിയർ ആണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് 2500 മില്ലി ആംപിയർ സെലക്ട് ചെയ്തു. ഇനി അതുപോലെ താഴത്തോട്ട് വരുന്ന കഴിയുമ്പോൾ ഏത് LED ആണ് യൂസ് ചെയ്യുന്നത്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് WS2812B ആണ്. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ എടുത്തിരിക്കുന്ന LED IC അനുസരിച്ചിട്ട് നമ്മളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി കളർ ഓർഡർ നമുക്ക് GRB, RGB നമ്മുടെ പിക്സൽ LED കളർ ഓർഡർ സെലക്ട് ചെയ്യുക. അതിപ്പോൾ നമുക്ക് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ കളർ നമുക്ക് അത് കഴിഞ്ഞിട്ടാണെങ്കിലും ചേഞ്ച് ചെയ്യാം. ഇനി ഞാനൊരു 110 LED ബൾബാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്, ലെങ്ത് ആയിട്ട്, അതായത് 110 പിക്സൽസ്. അതുപോലെ ESP32 GPIO 14 പിന്നാണ് ഡാറ്റ ലൈനിന്റെ ഔട്ടായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പൊ GPIO 14 കൊടുക്കുക. നമുക്ക് D2 ഏത് വേണേലും യൂസ് ചെയ്യാം, D2, D4 ഏത് വേണേലും യൂസ് ചെയ്യാം. ഇനി സേവ് ചെയ്യുക, ബാക്ക് പോവുക. ഇനി നമുക്കിതൊന്ന് പവർ ഓൺ ചെയ്ത് നോക്കാം. ഇപ്പൊ നമ്മുടെ LED കറക്റ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, പവർ ഓൺ ആയിട്ടുണ്ട്. നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് ബ്ലൂ ആണ്. കളർ ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കുക, റെഡ് ആക്കി നോക്കുക.
ഇപ്പോൾ റെഡ് സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഗ്രീൻ ആണ് വന്നിരിക്കുന്നത്. ഇനി ഗ്രീൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ റെഡ് ആണ് വരുന്നത്. ഇത് ചേഞ്ച് ചെയ്യാനായിട്ട് നമ്മൾ കോൺഫിഗ് ടാബിൽ പോവുക, LED പ്രിഫറൻസസിൽ LED ഓർഡർ ചേഞ്ച് ചെയ്തിട്ട് GRB ആക്കി മാറ്റുക, സേവ് ചെയ്യുക. ഇനി ബാക്ക് വന്നു കഴിഞ്ഞിട്ട് കളറൊന്ന് നമുക്ക് ചേഞ്ച് ചെയ്ത് നോക്കാം. ഇപ്പോൾ റെഡ് സെലക്ട് ചെയ്യുമ്പോൾ റെഡ്, ബ്ലൂയിൽ ബ്ലൂ, ഗ്രീനിൽ ഗ്രീൻ. നമ്മുടെ കളർ ഓർഡർ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് എഫക്ട്സിലേക്ക് വരാം. ഇവിടെ നമുക്ക് വേരിയസ് എഫക്ട്സ് അവൈലബിൾ ആണ്. ഇതിൽ ചേസ് എന്ന് പറഞ്ഞൊരു എഫക്റ്റ് നമുക്ക് റൺ ചെയ്യാം. നമ്മുടെ ഫസ്റ്റ് LED തുടങ്ങി 110ാമത്തെ LED വരെ ഈ ചേസ് എന്ന് പറഞ്ഞ എഫക്റ്റ് റൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിന്റെ കളർ ചേഞ്ച് ചെയ്യാനായിട്ട് നമുക്ക് കളർ വീലിൽ ഇഷ്ടമുള്ള കളർ ചൂസ് ചെയ്ത് കൊടുക്കാം. അതിനനുസരിച്ച് നമ്മുടെ കളർ ചേഞ്ച് ആവുന്നുണ്ട്. ഓക്കെ, ഇനി മൾട്ടിപ്പിൾ കളേഴ്സ് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കളർ കോമ്പിനേഷൻസ് അവൈലബിൾ ആണ്. കോമ്പിനേഷൻസിന് അതിന് സെലക്ട് ചെയ്യുക. ഓക്കെ, ഇതുപോലെ നമുക്ക് മൾട്ടിപ്പിൾ എഫക്ട്സ് അവൈലബിൾ ആണ്. നമുക്ക് ഇഷ്ടമുള്ള എഫക്ട്സ് ഇതിനകത്ത് നിന്ന് ചൂസ് ചെയ്യാം. അടുത്തായിട്ട് ഇതിനകത്ത് വരുന്ന ഓപ്ഷനാണ് സെഗ്മെന്റ്സ്. അതായത് ഇപ്പോൾ നമ്മൾ 110 LED ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അതിന് നമ്മളൊരു 3 സെഗ്മെന്റായിട്ട് ഡിവൈഡ് ചെയ്യുകയാണ്. അതായത് ഫസ്റ്റത്തെ ഒരു 30 LED നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഡിവൈഡ് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള രീതിയിലേക്ക് നമുക്ക് എത്ര, ഇപ്പോൾ നമുക്കൊരു 60 LED ആണ് ഒരു സ്ട്രിപ്പിൽ വരുന്നതെങ്കിൽ അതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് 30-30 വീതം ഡിവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ 40-20 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഒറ്റ സിംഗിൾ സ്ട്രിപ്പിനെ നമുക്ക് മൾട്ടിപ്പിൾ സെഗ്മെന്റ്സ് ആയിട്ട് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെഗ്മെന്റ്സ് യൂസ് ചെയ്യണേ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇവിടെ ഇപ്പോൾ ഒരു ഫസ്റ്റ് 30 LED നമ്മൾ സെലക്ട് ചെയ്തു, അത് ഓക്കെ കൊടുത്തു. ഇപ്പോൾ ഫസ്റ്റ് 30 LED മാത്രമായിട്ട് നമ്മുടെ എഫക്ട്സ് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ അടുത്തൊരു സെഗ്മെന്റ് ആയിട്ട് ഒരു 10 LED സ്കിപ്പ് ചെയ്തിട്ട് സെഗ്മെന്റ് 2 ആഡ് ചെയ്യാണ്. അപ്പോൾ 10 LED സ്കിപ്പ് ചെയ്യാനായിട്ട് നമ്മൾ 40 തുടങ്ങി ഒരു നെക്സ്റ്റ് ഒരു 30 LED, അപ്പോൾ 70 വരെ നമ്മൾ LED ആഡ് ചെയ്യുന്നു. ഇപ്പോൾ സെക്കൻഡ് എഫക്റ്റിൽ നമ്മൾ എഫക്ട്സ് ഒന്നും കൊടുക്കാത്തതുകൊണ്ട് അത് റൺ ആവുന്നില്ല. ജസ്റ്റ് ഒരു നോർമൽ സോളിഡ് ആയിട്ടാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. ഒരു സെഗ്മെന്റും കൂടെ ആഡ് ചെയ്യുക. നമ്മൾ മൊത്തം 110 LED ഉള്ളതുകൊണ്ട് നമ്മൾ ഒരു 10 LED ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് കാണാം. എലമെന്റ് 2ൽ നമ്മൾ 70 വരെ എടുത്തത്. ഇനി അടുത്തൊരു സെഗ്മെന്റിൽ നമ്മൾ ഒരു 10 LED സ്കിപ്പ് ചെയ്തിട്ട് 80 തുടങ്ങി 110 വരെ എടുക്കുന്നു, അത് ആഡ് ചെയ്തു. ഇപ്പോൾ നമുക്ക് 3 സെഗ്മെന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ 3 സെഗ്മെന്റ് ഒരുപോലെ അല്ല വർക്ക് ചെയ്തിരിക്കുന്നത്. അതായത് സെഗ്മെന്റ് 2ഉം 3ഉം എഫക്ട്സ് ഇല്ലാണ്ട് സെഗ്മെന്റ് 1 മാത്രം എഫക്റ്റോടുകൂടിയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ 3 സെലക്ട് ചെയ്യുക. ഇപ്പോൾ 3 ചെക്ക് ബോക്സും ടിക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ സോളിഡ് ആക്കുന്നു, റെഡ് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കാണാം നമ്മുടെ 3 സെഗ്മെന്റും കറക്റ്റായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു എഫക്ട്സ് നമുക്ക് കൊടുക്കാം. നമ്മളിപ്പോൾ ചേസ് എന്ന് പറഞ്ഞൊരു എഫക്റ്റ് ആഡ് ചെയ്യുന്നു. അതിൽ കളർ റെഡാക്കി മാറ്റുന്നു. ഓക്കെ, ഇപ്പോൾ നമ്മൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഡിഫോൾട്ട് കളർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ 3ലും കളേഴ്സ് ഒരുപോലെയാണ് റൺ ആയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് സ്ട്രിപ്പും തേർഡ് സ്ട്രിപ്പും ഒരേ ഡയറക്ഷനിലേക്ക് വർക്ക് ചെയ്യുന്നു. പക്ഷേ സെക്കൻഡ് സ്ട്രിപ്പ് മാത്രം ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് വർക്ക് ചെയ്യുന്നത്. അതായത് ഒരു സീരീസ് കണക്ഷൻ പോലെയാണ് ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനിപ്പോൾ നമുക്ക് ഒരുപോലെ സെയിം ഡയറക്ഷനിലേക്ക് വർക്ക് ചെയ്യാനായിട്ട് ഈ ഓൾട്ടർനേറ്റീവ് സെഗ്മെന്റ്സിനെ നമുക്ക് റിവേഴ്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ റിവേഴ്സ് ചെക്ക് ബോക്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കാണ് നമ്മുടെ 3 സ്റ്റെപ്പും ഒരേ ഡയറക്ഷനിൽ വർക്ക് ചെയ്യുന്നു. ഇതിലിപ്പോൾ കളർ നമുക്ക് ചേഞ്ച് ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഇതുപോലെ നമുക്ക് ഈ 3 സെഗ്മെന്റ്സിനെയും ഒരുമിച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റും. നമ്മൾ പവർ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ 3 സെഗ്മെന്റും പവർ ഓഫ് ആവും. ഓൺ ആക്കി കഴിഞ്ഞാൽ 3 സെഗ്മെന്റ് ഒരുപോലെ ഓൺ ആവുകയും ചെയ്യും. ഇനി ഇൻഡിവിജ്വൽ ആയിട്ട് കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് ഈ ചെക്ക് ബോക്സുകൾ നമുക്ക് അൺചെക്ക് ചെയ്തിട്ട് ഓരോ സെഗ്മെന്റിനെയും ഇൻഡിവിജ്വൽ ആയിട്ട് കൺട്രോൾ ചെയ്യാം. ഇപ്പോൾ ഞാൻ ഫസ്റ്റ് സെഗ്മെന്റിൽ എടുത്തു, ഫസ്റ്റ് സെഗ്മെന്റ് ചെക്ക് ചെയ്തു, അതിൽ സോളിഡ് സെലക്ട് ചെയ്തു, അത് റെഡ് ആക്കി. ഇനി അത് അൺചെക്ക് ചെയ്തതിന് ശേഷം സെക്കൻഡ് സെഗ്മെന്റ് സെലക്ട് ചെയ്തു, സെക്കൻഡ് സെഗ്മെന്റിൽ സോളിഡ് ആക്കി, അതിന് ഗ്രീൻ ആക്കി. അതുപോലെ തന്നെ തേർഡ് സെഗ്മെന്റ് സെലക്ട് ചെയ്തു, അതിനെ സോളിഡ് ആക്കി, ബ്ലൂ ആക്കി. അപ്പോൾ നമുക്ക് ഓരോ സെഗ്മെന്റ്സും ഇതുപോലെ ഇൻഡിവിജ്വൽ ആയിട്ട് വേണമെങ്കിൽ കൺട്രോൾ ചെയ്യാം. ഓക്കെ, ഇതിലിപ്പോൾ നമുക്ക് എഫക്ട്സ് വേണമെങ്കിൽ ഇൻഡിവിജ്വൽ ആയിട്ട് എഫക്ട്സ് ആഡ് ചെയ്യണമെങ്കിൽ ഇൻഡിവിജ്വൽ ആയിട്ട് എഫക്ട്സ് ആഡ് ചെയ്യാം. ഇപ്പോൾ തേർഡ് സെഗ്മെന്റിൽ മാത്രമേ ബ്ലിങ്ക് കൊടുത്തു, സെക്കൻഡ് സെഗ്മെന്റിൽ വേണമെങ്കിൽ BPM എന്നുള്ള പറഞ്ഞൊരു എഫക്റ്റ് കൊടുത്തു, ഫസ്റ്റ് സെഗ്മെന്റിൽ വേണമെങ്കിൽ നമ്മൾ ചേസ് എന്ന് പറഞ്ഞൊരു എഫക്റ്റ് ആഡ് ചെയ്തു. ഇതുപോലെ നമുക്ക് ഏത് സെഗ്മെന്റിനെയും നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് കൺട്രോൾ ചെയ്യാം. അതുപോലെ ഈ 3 ചെക്ക് ബോക്സ് നമ്മൾ ഒരുമിച്ച് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരേ കളറായിട്ട് നമുക്ക് ഒരുമിച്ച് റൺ ചെയ്യുകയും ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഞാൻ ഈ 3 സെഗ്മെന്റ് ഒരുപോലെ എടുത്തു, ഇതിനകത്ത് ചേസ് എന്ന് പറഞ്ഞൊരു എഫക്റ്റ് ആഡ് ചെയ്തു. ഇപ്പോൾ നമുക്ക് കാണാം മൾട്ടിപ്പിൾ കളറിലായിട്ട് 3 സെഗ്മെന്റ് ഒരുപോലെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ചേസിനെ നമ്മളൊരു പ്രീസെറ്റ് ആയിട്ട് ലോഡ് ചെയ്യാണ്. ഓക്കെ, ഈ പ്രീസെറ്റ് എന്തിനാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ജസ്റ്റ് ആഡ് പ്രീസെറ്റ് കൊടുക്കും. അതായത് ഇപ്പോഴത്തെ ഈ സെറ്റപ്പിന് ഈ കളർ കോമ്പിനേഷനും ഈ എഫക്റ്റും ഈ സെഗ്മെന്റ്സിനെ വെച്ചിട്ട് നമ്മളൊരു പ്രീസെറ്റ് ആഡ് ചെയ്യുന്നു. അതിന് ആഡ് പ്രീസെറ്റ് കൊടുത്തു. ഇനി നമ്മൾ പ്രീസെറ്റ്
വേണ്ടുന്ന എന്തെങ്കിലും ഒരു പേര് കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ സേവ് ടു ഐ ഡി ഉണ്ട്. ഈ ഐ ഡി ഒരു ഇൻറ്റീജർ നമ്പർ ആയിരിക്കും. ഈ നമ്പർ നമുക്കിവിടെ സേവ് ചെയ്യാം. ഇതിപ്പോൾ 2ലേക്കാണ് സേവ് ആവുന്നത്. അത് സേവ് ചെയ്തു. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ ഈ പ്രീസെറ്റ് 1 എന്നുള്ളത് ക്ലിക്ക് ചെയ്യും. നമുക്കിപ്പോൾ ജസ്റ്റ് കളറൊന്ന് ചേഞ്ച് ചെയ്തിട്ട് നോക്കാം. ഇപ്പോൾ സോളിഡ് ആക്കി. ഇനി പ്രീസെറ്റ് 1 നമ്മളൊന്ന് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തു. ഈ പ്രീസെറ്റ് 1 നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാം ലോഡിംഗ് പ്രീസെറ്റ്. ഓട്ടോമാറ്റിക്കലി നമ്മുടെ ലൈറ്റ്സ് ആ പ്രീസെറ്റിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഓൾറെഡി അതിന് മുന്നേ ആഡ് ചെയ്തൊരു പ്രീസെറ്റാണ് ഈ റണ്ണിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം ആ പ്രീസെറ്റാണ് ഇപ്പോൾ റൺ ആയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇതിപ്പോൾ പ്രീസെറ്റ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതനുസരിച്ച് നമുക്ക് കുറച്ച് പ്ലേലിസ്റ്റും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാം. അത് നമ്മൾ വരുന്ന വീഡിയോസിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ഈ പ്രീസെറ്റ് നമ്മൾ ഓൾറെഡി ഒരു എഫക്റ്റ് ഇതിനകത്ത് സേവ് ചെയ്തു. ഇനി നമുക്ക് വേണമെങ്കിൽ LED ഒന്ന് ഓഫ് ചെയ്തിട്ട് ജസ്റ്റ് ഓൺ ആക്കി നോക്കാം. നമുക്ക് ഈ സെയിം എഫക്റ്റ് തന്നെ നമുക്ക് ഓഫ് ആക്കിയിട്ട് ഓൺ ആക്കുമ്പോൾ കിട്ടുമെന്ന് പറയാനായിട്ട് നമ്മൾ ജസ്റ്റ് ഇൻഫോയിൽ പോവുക. ഇവിടെ റീബൂട്ട് ചെയ്യാം നമുക്ക്. അല്ലെങ്കിൽ ജസ്റ്റ് പവർ ഓഫ് ചെയ്തിട്ട് ഓൺ ആക്കാം. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. രണ്ടും സെയിം എഫക്റ്റാണ് വരുന്നത്. ഇവിടെ റീബൂട്ട് കൊടുത്തു. കൺഫേം വെയിറ്റ് ചെയ്യാൻ റീബൂട്ട് ആയിട്ട് വന്നേരം. ഇപ്പോൾ നമ്മുടെ LED റീബൂട്ട് ചെയ്ത് വന്നു. അതായത് ഒന്ന് പവർ ഓഫ് ചെയ്തിട്ട് ഓൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് ബാക്ക് ടു നോർമൽ സ്റ്റേറ്റിലേക്ക് പോയി. അതായത് നമുക്ക് വേണ്ട പ്രീസെറ്റിലല്ലാതെ റൺ ആവുന്നത്. അപ്പോൾ നമുക്ക് ആ പ്രീസെറ്റ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിപ്പോൾ ഒരു എഫക്റ്റിൽ അത് ഓഫ് ആക്കിയിട്ട് ഓൺ ആക്കുമ്പോൾ ഒരു എഫക്റ്റ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഒരു പ്രീസെറ്റ് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഒരു പ്രീസെറ്റ് 1 എന്നുള്ളത് ഈ പ്രീസെറ്റ് 1 എന്നുള്ളതിൻ്റെ ഐ ഡി നമ്മൾ 2 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഈ LED കോൺഫിഗിൽ പോവുക. LED പ്രിഫറൻസ് എടുക്കുക. ഇവിടെ അപ്ലൈ പ്രീസെറ്റ് അറ്റ് ബൂട്ട് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇതിലിപ്പോൾ നമുക്ക് ഇപ്പോൾ 0 എന്നുള്ളത് നമ്മുടെ WLED സെറ്റപ്പ് ചെയ്ത് വരുമ്പോൾ ഉള്ള ഒരു കളറാണ്, ആ ഓറഞ്ച് കളർ. അതാണ് 0 പ്രീസെറ്റിൽ വരുന്നത് ഓൾറെഡി. അതിന് നമ്മൾ മാറ്റിയിട്ട് 2 ആക്കി കൊടുക്കുക. എന്നിട്ട് സേവ് ചെയ്യുക. എന്നിട്ട് ബാക്ക് പോവുക. ഇനി നമുക്കൊന്ന് റീസെറ്റ് ചെയ്ത് നോക്കാം. സോ ഇപ്പോൾ റീബൂട്ടായിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് പവർ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്തിട്ട് ഓൺ ആക്കി നോക്കാം. ഞാനിപ്പോൾ ജസ്റ്റ് പവർ ഒന്ന് ഓഫ് ആക്കിയിട്ട് ഓൺ ആക്കി നോക്കാം. ഇപ്പോൾ നമ്മൾ അതുപോലെ സ്റ്റെപ്പിന് പവർ ഓഫ് ചെയ്തു. ഇനി ഓൺ ആക്കി നോക്കാം. ഇപ്പോൾ ഓൺ ആക്കുമ്പോഴും നമുക്ക് ആ സെയിം എഫക്റ്റ് തന്നെ റൺ ആവുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ പ്രീസെറ്റ് ലോഡ് ചെയ്തേക്കുന്നതുകൊണ്ട് നമ്മൾ സെക്കൻഡ് പ്രീസെറ്റ് ഇട്ടേക്കുന്നുണ്ട്. അതനുസരിച്ച് പ്രോപ്പറായിട്ട് അത് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ടൈമർ, സിങ്ക്, അതുപോലെ പീക്ക്, ഇതൊക്കെ ഈ പീക്ക് നമ്മൾ കഴിഞ്ഞ് നമുക്ക് ഇപ്പോൾ ഏത് എഫക്റ്റാണ് റൺ ചെയ്യുന്നത് ഇവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇൻഫോയിൽ നമുക്ക് ഇതിനകത്ത് എത്ര ടൈമായിട്ട് ഇത് വർക്ക് ചെയ്യുന്നു, അതുപോലെ എത്ര ആംപിയർ കറണ്ട് ഇതിന് ഏകദേശം വേണ്ടി വരും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഇപ്പോൾ എസ്റ്റിമേറ്റഡ് കറണ്ട് 450 mA ആണ്. കാരണം അറൌണ്ട് 90 LEDs ആണ് വർക്ക് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 450 mA കറണ്ട് മതി. ഓക്കെ, അപ്പോൾ ഇതിന്റെ ബ്രൈറ്റ്നസ് നമ്മൾ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് വാല്യൂസ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ഇപ്പോൾ 750 mA ആയി നമുക്ക് കാണാം. സോ ഇതാണ് നമ്മുടെ WLED ഒരു ബേസിക് കോൺഫിഗറേഷനും കാര്യങ്ങളൊക്കെ. നമ്മുടെ ESP32ന്റെ 8 പിൻസിൽ വരെ നമുക്ക് മൾട്ടിപ്പിൾ സ്ട്രിപ്സ് കണക്ട് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതായത് GPIO 2, 12, 13, 14, 25, 26, 27, 33 തുടങ്ങിയ പിന്നുകളിൽ നമുക്ക് ഡേറ്റ ഔട്ട് എടുത്തിട്ട് നമ്മുടെ പിക്സൽ സ്ട്രിപ്സിനെ കൺട്രോൾ ചെയ്യാവുന്നതാണ്. അറൌണ്ട് 2000 to 2400 LEDs വരെ നമുക്ക് സിമ്പിളായിട്ട് ഒറ്റ ESP32 വെച്ചിട്ട് കണക്ട് ചെയ്യാം. അങ്ങനെ നമുക്ക് മൾട്ടിപ്പിൾ ആയിട്ട് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. പല ഡിസൈൻസ് നമുക്ക് ഇതിനകത്ത് റൺ ചെയ്യാം. അപ്പോൾ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഐറ്റംസിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ ചോദിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.